കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ജയിലിൽ തുടരും. ശിക്ഷ മരവിപ്പിക്കണമെന്ന പൾസർ സുനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ശിക്ഷ മരവിപ്പിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്ന് നിരീക്ഷിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ശിക്ഷ മരവിപ്പിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കുമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പൾസർ സുനിക്ക് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതിയുടെ വിധിയിൽ ഇടപെടാനില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. നടിക്കെതിരായ ആക്രമണം അതിക്രൂരമായ കുറ്റകൃത്യമാണ്. കുറ്റം തെളിയുന്നതുവരെ നിരപരാധിയെന്ന ആനുകൂല്യം പ്രതിക്ക് ഇനി ലഭിക്കില്ല. നടി വിചാരണ കോടതിയിൽ നൽകിയ മൊഴി വിശദവും വിശ്വസനീയവുമാണ്. വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതാണ് ശാസ്ത്രീയ തെളിവുകൾ. പൾസർ സുനിക്കെതിരെ ഗുരുതര സ്വഭാവമുള്ള മറ്റ് 11 കേസുകളുണ്ട്. നേരത്തെ ജാമ്യത്തിലിറങ്ങിയ സമയത്തും ഹോട്ടലിൽ കയറി അതിക്രമം നടത്തി. ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ്. ദീർഘകാലമായി ജയിലിൽ കഴിയുന്നു എന്നത് ശിക്ഷ മരവിപ്പിക്കാനുള്ള അസാധാരണ സാഹചര്യമല്ല. പൾസർ സുനിയുടെ ആവശ്യം അംഗീകരിക്കാൻ ശക്തമായ കാരണങ്ങളില്ല. പൊതുജന താൽപര്യവും സമൂഹത്തിനുണ്ടാകുന്ന ആഘാതവും പരിഗണിക്കുമ്പോൾ വിചാരണ കോടതി വിധിയിൽ പ്രഥമദൃഷ്ട്യാ തെറ്റില്ല. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് ആസൂത്രണവും കുറ്റകൃത്യവും. പ്രതിക്ക് ഇളവ് നൽകുന്നത് നീതി നിർവഹണത്തിലും ക്രിമിനൽ നിയമനിർവഹണത്തിലും പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കുമെന്നും നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.